മെഡിക്കൽ കോളേജ് അപകടത്തിൽ മരിച്ച ബിന്ദുവിന്റെ കുടുംബത്തിന്റെ വീട് നിർമ്മാണം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഏറ്റെടുക്കും. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള NSS നിർമ്മാണം നടത്തും. തീരുമാനം മന്ത്രി ആർ ബിന്ദു കുടുംബത്തെ ഫോണിലൂടെ അറിയിച്ചു. ഇപ്പോൾ വിവരങ്ങളുമായി സനോജ് ചേരുകയാണ്. സനോജ്, ഇന്നലെ മന്ത്രി VN വാസവനെത്തിയ കുടുംബത്തിൻ്റെ ഒട്ടേറെ ആ സങ്കടകരമായ സാഹചര്യത്തിനൊപ്പം നിന്ന് പല ഉറപ്പുകളും നൽകിയിരുന്നു. കുടുംബത്തോടൊപ്പം സർക്കാർ ഉണ്ടാകും എന്ന് പറഞ്ഞു. അതിലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട തീരുമാനമാണല്ലോ ഇപ്പോൾ വന്നിട്ടുള്ളത്. മന്ത്രി ആർ ബിന്ദു ആ കുടുംബത്തെ അറിയിച്ചത്. തീർച്ചയായിട്ടും ശരത് സൂചിപ്പിച്ചതുപോലെ തന്നെ അല്പം മുമ്പ് ഇവിടെ CPM സംസ്ഥാന കമ്മിറ്റി അംഗം K അനിൽകുമാറും മുതിർന്ന പാർട്ടി നേതാവായിരുന്ന വൈക്കം വിശ്വനും CPM പ്രാദേശിക നേതാക്കന്മാരും ഇവിടെ ഈ കുടുംബത്തെ സന്ദർശിച്ചു. ഈ കുടുംബത്തെ സന്ദർശിച്ച് അവർ ആശ്വാസ വാക്കുകൾ നൽകി. വൈക്കം വിശ്വനെ സംബന്ധിച്ച് വൈക്കം വിശ്വന്റെ ജന്മനാട് കൂടിയാണ് ഇതുകൊണ്ട് ഈ നാട്. അത് ഈ കുടുംബവുമായി, അതായത് ബിന്ദുവിന്റെ അമ്മയുമായി വൈക്കം വിശ്വന് ഏറെ അടുപ്പമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ കുടുംബത്തെ ആശ്വസിപ്പിക്കാൻ ഇവിടെ എത്തിയത്. ഇതിനിടയിലാണ് മന്ത്രി ആർ ബിന്ദുവിന്റെ ഫോൺ ലഭിക്കുന്നത്. മന്ത്രി ആർ ബിന്ദു കുടുംബത്തെ അറിയിച്ചത് നിങ്ങളുടെ വീട് നിർമ്മാണം, അതായത് ബിന്ദുവിന്റെ വീട് നിർമ്മാണം നേരത്തെ പഞ്ചായത്തിൽ നിന്നും അനുവദിച്ച തുക കൊണ്ട് ഭാഗികമായി മാത്രമാണ് പൂർത്തീകരിക്കാൻ കഴിഞ്ഞത്. ആ വീടിന്റെ ബാക്കിയുള്ള പണികൾ പൂർണ്ണമായും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഏറ്റെടുക്കും. അതുപ്രകാരം ഒരു ബാത്റൂം വേണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം. ഒപ്പം തന്നെ വീടിന് ടൈലിടാനുണ്ട്, മുൻഭാഗത്തെ പണികൾ പൂർത്തീകരിക്കാനുണ്ട്. അങ്ങനെ ആവശ്യമായ മുഴുവൻ പണികളും ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള NSS യൂണിറ്റ് ഏറ്റെടുത്തുകൊണ്ട് നിർമ്മിക്കുമെന്നുള്ളതാണ് കുടുംബത്തിന് മന്ത്രി ഉറപ്പ് നൽകിയത്. സർക്കാർ നൽകുന്ന ധനസഹായത്തിന് പുറമെയാണ് ഈ ധനസഹായം എന്നുള്ളതാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം. സർക്കാർ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. സർക്കാരിന്റെ ധനസഹായവുമായി ഒന്നും ഇത് ബന്ധപ്പെട്ടതല്ല. ഇത് മറ്റൊരു വലിയ സഹായമാണ്. കുടുംബത്തിന്റെ സങ്കടത്തിനിടയിലെ ഒരു ആവശ്യത്തെ അറിഞ്ഞ് മനസ്സിലാക്കി ഉന്നത വിദ്യാഭ്യാസ വകുപ്പെടുത്ത ഒരു തീരുമാനം മന്ത്രി ആർ ബിന്ദു അവരെ ആ കുടുംബത്തെ അറിയിക്കുകയായിരുന്നു.